ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇപ്പം ബിഗ് ബോസ് സീസൺ 6 ഒരു മൈൻഡ് ഗെയിമറാണ് സായ്. സായ് വന്ന മുതൽ ഇപ്പോൾ ഇന്നലെ വരെ സായ് കളിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം മൈൻഡ് ഗെയിം വെച്ചാൽ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ സേഫ് സോണിൽ കയറിയാണ് കളിക്കുന്നത്. എല്ലാം ആര് തല്ലുപിടിക്കണമെങ്കിൽ എന്താണ് ഇമേജ് നോക്കി ആരോടും വലിയ പ്രശ്നവും വെറുപ്പിക്കാണ്ട് ആ ഇമേജും ആ സ്പേസും ആ ഒരു സേഫ് സോണും എല്ലാം നോക്കിയിട്ടാണ് സായി കളിക്കുന്നത്. മൈൻഡുമായിട്ടാണ് കളിക്കുന്നത്. അതാണ് വെറുതെ പോയി ഒരു പ്രശ്നത്തിൽ പോയി ചാടി കയറി അവിടെ ഇടപെടുകയെ അവിടെ പെട്ടുപോവുകയെ ആരോ വെറുപ്പിക്കൽ ഫൈറ്റിന് ഒന്നിനും പോകില്ല. സായിൻ്റെ രീതിയിൽ ആ രീതിയിൽ കളിക്കും നടക്കും. അപ്പോൾ ഇന്ന് ജാസ്മിന് സായിയുടെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വിഷയം സായിയുടെ സായിനെ പ്രൊവോക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരാനാണ് ഈ ജാസ്മിൻ നോക്കുന്നത്. മാക്സിമം സായിൻ്റെ ഉള്ളിലുള്ള അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ ഇപ്പം ഋഷിയായിട്ട് ഒരു സീൻ ഉണ്ടായല്ലോ, അതുപോലെ പ്രശ്നത്തിൽ പെടുത്താം. അപ്പോൾ സായിക്ക് ഒരു നെഗറ്റീവ് വരുമല്ലോ, ആ നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ കളിക്കണം മെയിനായിട്ട്. ഞാൻ പറഞ്ഞത് ജാസ്മിൻ്റെ കളി മാറ്റി പിടിച്ചിട്ടുണ്ട്. കളി ഇനി വേറൊരു കളിയാക്കി ഗെയിം പ്ലാനാണ് ജാസ്മിൻ ഞാൻ പറയണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത ഗെയിം പ്ലാനാണ് സായിയെ മെയിനായിട്ട് പ്രൊവോക്ക് ചെയ്യുക. ജാസ്മിൻ പ്രൊവോക്ക് ചെയ്തിട്ട് സായിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നെഗറ്റീവ് മാർക്ക് കൊണ്ടുവരിക എന്നാണ് ജാസ്മിൻ്റെ ഉദ്ദേശം മെയിനായിട്ട്. പക്ഷേ സായി ഇതൊന്നും പിടികൊടുത്തിട്ടില്ല. അതാണ് സായിൻ്റെ ഒരു വിജയം. സായി ഇതിനൊന്നും പിടികൊടുക്കാണ്ട് മാറി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടും ഒരു പ്രശ്നത്തിൽ കയറി ചാടാതെ അവിടെ പെട്ടുപോകാതെ ആരോടും പിടികൊടുക്കാതെ ഇങ്ങനെ ഒഴുകി അതാണ് സായിൻ്റെ ഫ്ലോ. പക്ഷെ ജാസ്മിൻ കാണിച്ച മൈൻഡ് അത് അടിപൊളി തന്നെയാണ് കേട്ടോ. അയാളിലുള്ള ഒരു ഗെയിമർ അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി പുറത്തേക്ക് പുറത്തു കൊണ്ടുവന്ന് അവിടെ ഒരു നെഗറ്റീവ് മാർക്ക് ഒരു ടിക്കാണ് ഈ ജാസ്മിൻ്റെ ഒരു മുന്നേറ്റം. ജാസ്മിൻ ഇപ്പം ഇനി കളി മാറിയെന്ന് പോകണം. ഓരോരുത്തരോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നോറയായിട്ട് ഒരു സീനായി, ഇപ്പം സായിനെ വെച്ച് ഋഷീനെയും വെച്ച് അവിടെ ഫൈറ്റ് ഉണ്ടാക്കാൻ നോക്കണം. ഓരോന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഗെയിം പ്ലാൻ മാറ്റി പിടിക്കണം. ഇപ്പം റസ്മിനും പോയി, ഇനി ജാസ്മിന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇനി ആരും ഉണ്ടാവില്ല സപ്പോർട്ടിന്. ഇനി സപ്പോർട്ടിന് വേണ്ടി വേറെ പുതിയ ആൾ കൊണ്ടുവരോ എന്ന് എനിക്കറിയില്ല. കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അങ്ങനെ അത്രക്കും കമ്പനിയുള്ള ഗബ്രിയും ജാസ്മിൻ മാത്രമുള്ള കൂട്ടത്തിലേക്ക് കമ്പനിയുള്ളത്, അല്ലാണ്ട് വേറെ ആരും ഇല്ല. അപ്പോൾ നോക്കാം ഇനി എന്തായിരിക്കും ജാസ്മിൻ കാണിക്കാൻ പോകുന്ന പരിപാടികളെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.